നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കറികളാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പികൾ തന്നെയാണ്. പിന്നെ ഒരു ലഞ്ച് മെനു ആയിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയും നമുക്ക് ടൈം സേവ് ചെയ്ത് എളുപ്പത്തിൽ കറികൾ ഉണ്ടാക്കാം എന്നുള്ളത്. നമ്മളെല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കുന്ന 3 കറികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻ റെസിപ്പീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നോൺ വെജിന്റെ നേരത്തെ ചെയ്തിട്ടുണ്ട്, 45 മിനിറ്റിലും 30 മിനിറ്റിലും ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ തോരൻ അങ്ങനെയുള്ള കറികളൊക്കെ ആയിരുന്നു. ഇതാകുമ്പോൾ രസമൊക്കെയാണ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാം എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന റെസിപ്പികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ നേരത്തെ ചെയ്തിട്ടുള്ള റെസിപ്പികളും അതുപോലെ തന്നെ ആ റെസിപ്പികൾ തന്നെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ കറികൾ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി രസമാണ്. അപ്പോൾ രസത്തിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഇതിപ്പോൾ എളുപ്പത്തിൽ ചെയ്യുന്നതായതുകൊണ്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് രസം കഴിക്കാൻ ടേസ്റ്റും ആയിരിക്കും, തണുപ്പും അതുപോലെ തന്നെ ചെറിയ ജലദോഷപ്പനികളൊക്കെ ഉള്ള സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു രസമാണിത്, കൂടുതൽ കുരുമുളക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എണ്ണ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് എത്ര എരിവ് വേണം എന്നുള്ളതനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഇപ്പോൾ കിട്ടുന്ന പച്ചമുളകിന് നല്ല എരിവാണ്. ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ചധികം വെളുത്തുള്ളി ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്, ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുക്കാം. ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ 4-5 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് ഞാനിപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതെല്ലാം ഒരുമിച്ച് തന്നെയാണ് ക്രഷ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആദ്യം കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ രസം ഇതിന് മുന്നേ ഉണ്ടാക്കിയപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ പുളിയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്നുകൊണ്ട് കമൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മൺചട്ടിയിൽ രസം ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഉണ്ടല്ലോ, കുരുമുളകും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും വേപ്പിലയും എല്ലാം ചേർന്നിട്ടുള്ളത് ഇതിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. നന്നായിട്ടൊന്ന് കുക്കായി പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി പൊടികളും ചേർത്ത് ഒന്ന് ഇളക്കുക. അപ്പോൾ ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് വേഗം കുക്കായി വരും കേട്ടോ ഓരോ കാര്യങ്ങളും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളിയും ചേർക്കാം. ഞാനിപ്പോൾ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഇപ്പോൾ ചേർക്കും, പിന്നെ അവസാനം കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കും കേട്ടോ. അപ്പോഴാണ് ആ രസത്തിന് കായത്തിൻ്റെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവുക ലാസ്റ്റ് ചേർക്കുമ്പോൾ. ഈ തക്കാളി ഒന്ന് കുക്കായി വരണം. അതുവരെ നമ്മൾ വെള്ളം ചേർക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. തക്കാളിയിൽ നിന്ന് തൊലി വിട്ട് തുടങ്ങുന്ന ഈ ഒരു പാകം. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് പുളി ചേർക്കാം. പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രസത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ ഒട്ടും തന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. നമുക്ക് എത്ര രസം ആവശ്യമുണ്ട് എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കുക. ഞാനപ്പോൾ ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയാണ് എടുക്കുക. അപ്പോൾ ഒന്ന് കുറുകി വരും, അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചേർന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. പുളി കുറവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് പുളി ആഡ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തക്കാളിയുടെ പുളി ഇറങ്ങില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് നന്നായിട്ട് തിളച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ തക്കാളിയുടെ പുളിയും കൂടി വരും. അതനുസരിച്ച് വേണം നമ്മൾ രസത്തിൻ്റെ പുളി കറക്റ്റ് ചെയ്യാൻ.
ഇനിയിപ്പോൾ നമുക്ക് വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. രസം ഇവിടെ റെഡി ആവട്ടെ. അപ്പോൾ നമ്മൾ അടുത്ത ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. അപ്പോൾ രസത്തിലേക്ക് പരിപ്പ് ചേർക്കണമെങ്കിൽ പരിപ്പ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ പരിപ്പൊന്നും ചേർക്കാതെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ പരിപ്പ് വേവിച്ച വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ രസം ഉണ്ടാക്കാറുള്ളത്. ഇതാകുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയാണ്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് സവോളയാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഉള്ളി കഴിഞ്ഞു. അപ്പോൾ ഈ ഉള്ളി നന്നാക്കിയൊക്കെ എടുക്കാൻ സമയമെടുക്കും. അപ്പോൾ വേഗം തന്നെ കറി റെഡിയാക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സവോളയുടെ പകുതി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്, ചെറിയ പീസുകളാക്കിയിട്ട്. സവോള ചേർത്തിട്ടാണെങ്കിൽ നമ്മൾ അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇനി വഴുതനങ്ങയും കൂടി കിടന്നിട്ട് സവോളയുടെ കൂടെ കുക്കായിക്കോളും. അപ്പോൾ സവോള നന്നായിട്ട് കളർ മാറി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ സവോള ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുക്കുന്നത് ക്രഷ് ചെയ്തിരിക്കുന്ന മുളകാണ്. ഇതൊരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കുക. ഈ പൊടികളൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർക്കാം. അപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ, എരിവില്ലാതെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ കഴുകി മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും ചേർക്കാം. ഇനി നമ്മുടെ വഴുതനങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഈ ഒരു വഴുതനങ്ങ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 400 ഗ്രാം വഴുതനങ്ങയുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒരു 15 ഉള്ളി ചതച്ചെടുക്കുക കേട്ടോ. ചെറിയ ഉള്ളിയാണെങ്കിൽ, വലിയ ഉള്ളിയാണെങ്കിൽ 8-9 ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ സവോള ചേർക്കാം. പിന്നെ നമ്മൾ വഴുതനങ്ങ മെഴുക്കുവരട്ടിയിൽ വെളുത്തുള്ളി ചേർക്കില്ല. അപ്പോൾ ഇനി വഴുതനങ്ങ അടച്ചു വയ്ക്കാം. വഴുതനങ്ങ ഒന്ന് കുക്കാവട്ടെ. വഴുതനങ്ങ മെഴുക്കുവരട്ടി നമ്മൾ അടച്ചു വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങ ഒന്ന് കുഴഞ്ഞ് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വയ്ക്കുന്നത്. കുഴഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അടച്ചു വയ്ക്കാതെ തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഞാനെപ്പോഴും വഴുതനങ്ങ അടച്ചു വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രസം ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രസത്തിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ മല്ലിയില ഉണ്ട് നിങ്ങളുടെ കയ്യിലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് രസത്തിലേക്ക് മല്ലിയില ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. ഒരു 5 മിനിറ്റായി രസം തിളച്ചുകൊണ്ടിരിക്കുന്നു ലോ ഫ്ലെയിമിൽ. ഇനി ഒരു 4 മിനിറ്റും കൂടി തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും. അത്രയേ ഉള്ളൂ രസത്തിൻ്റെ കാര്യങ്ങൾ. അതിനുശേഷം ബാക്കി നമുക്ക് പറയട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ വഴുതനങ്ങ അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ കറികളുടെ പ്രിപ്പറേഷൻ ടൈമും കഴിയും. അതുപോലെ തന്നെ 15 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത്രയും കറികളും വേഗം റെഡി ആവും കേട്ടോ. അധികം കറികളൊന്നുമില്ല, ആകെ 2-3 കറികളേ ഉള്ളൂ. 15 മിനിറ്റ് തന്നെ ധാരാളമാണ് ഇതിന്. അപ്പോൾ വഴുതനങ്ങ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഒരുവിധം കുക്കായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാകത്തിൽ മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എടുക്കാം. ഞാനിപ്പോൾ ഒന്നുകൂടി കുഴഞ്ഞു വരുന്ന രീതിയിലാണ് വഴുതനങ്ങ മെഴുക്കുവരട്ടി എടുക്കുക. അപ്പോൾ ചില ആളുകൾക്ക് നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാകത്തിൽ എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ വഴുതനങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കണ്ടോ. ഇതൊന്നുകൂടി ഒന്ന് ഇനി അടച്ചു വയ്ക്കില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ഞാൻ ഇത്രയും ആക്കുന്നുള്ളൂ. ഇതിപ്പോൾ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഒരുപാടങ്ങ് കുഴഞ്ഞ് പൊട്ടിപ്പോകുന്ന രീതിയിലല്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ രസം തിളച്ചു കുറുകി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒഴിച്ചിരുന്ന വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് അല്ലെങ്കിൽ 2 പിഞ്ച് കായപ്പൊടി ചേർക്കാം. അത് നമ്മുടെ താല്പര്യം അനുസരിച്ച്. 2 പിഞ്ചിൽ കൂടരുത്, കയ്പായി പോവും.
അതുപോലെ തന്നെ ഒരു 3-4 വേപ്പിലയും കൂടി ഇടുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിലാണെങ്കിൽ മല്ലിയില ചേർക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. പുളി കൂടുതലാണെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. പുളിയൊക്കെ ആവശ്യത്തിനേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ശർക്കരയും പഞ്ചസാരയും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ പപ്പടം മുളകിട്ടത് റെഡിയാക്കാം. നമുക്ക് ഈ ഒരു രസവും കൂടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് പപ്പടം മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചായിട്ടാണ് നമ്മൾ വറുത്തെടുക്കുക കേട്ടോ. ഒരുമിച്ച് തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടിട്ട് വറുത്തെടുക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ പപ്പടം മൊരിഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കും. ഇതാകുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് വേഗം കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അധികം എണ്ണയും വേണ്ട. ഈ വറുത്ത പപ്പടം നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ പപ്പട ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പപ്പടം വറുത്തെടുത്തില്ല, അതുപോലെ ഒന്ന് ആദ്യം വറുത്തെടുക്കുക. പിന്നെ ഈ പപ്പടം മെഴുക്കുരുട്ടി അല്ലെങ്കിൽ പപ്പടം മുളകിട്ടത് ഒരാഴ്ച വരെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ സവാളയേക്കാൾ ടേസ്റ്റ് വരുന്നത് ഉള്ളി തന്നെയാണ് കേട്ടോ. ഉള്ളി ചേർത്തിട്ട് തന്നെ എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കുക. പപ്പടത്തിൻ്റെ കൂടെ ഉള്ളിയാണ് ഏറ്റവും നന്നായിട്ട് ചേർന്ന് പോകുന്നത്. പിന്നെ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം മുളക് പൊടിയൊക്കെ ചേർത്തെടുക്കാം. ഇനി നമുക്ക് എണ്ണയിലേക്ക് കടുക് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ കടുകൊന്നും ചേർക്കാറില്ല, പപ്പടത്തിലേക്ക് കടുക് ചേർക്കാറില്ല. അതുകൊണ്ട് ഞാൻ നേരെ ഉള്ളി തന്നെ ചതച്ചത് ചേർക്കാണ്. കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. പപ്പടം വറുത്തെടുത്ത എണ്ണയിലേക്കാണ് ഞാനിപ്പോൾ ഉള്ളി ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഉള്ളി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അധികമായിട്ട് ഉപ്പ് ചേർക്കരുത്. ഇപ്പോൾ തന്നെ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. ഉള്ളി ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളർക്കൊന്ന് മാറി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കാം. വളരെ കുറച്ച് ഉപ്പേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാനിതിലേക്ക് ക്രഷ് ചെയ്ത മുളകും ചേർക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടി മാത്രമാണ്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി വളരെ കുറച്ച് ചേർക്കട്ടോ, അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് മുളക് ചേർക്കേണ്ട. ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, ഹൈ ഫ്ലെയിം ആയി പോകരുത്. അപ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം എരിവുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ അതുപോലെ മുളകിൻ്റെ അളവ് കുറയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഉണ്ടല്ലോ, ഇത് ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. പപ്പടത്തിൻ്റെ ആ ബബിൾസൊക്കെ പൊട്ടി വരും. അതാണെന്ന് വെച്ചാൽ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ പപ്പടത്തിൽ ഉണ്ടായിട്ടുള്ള കുമിളകളൊക്കെ പൊട്ടുമല്ലോ. പിന്നെ ചില പപ്പടം അത്രയ്ക്ക് അങ്ങ് ബബിൾസ് ഒന്നും വരില്ല കേട്ടോ. അത് നമുക്ക് കിട്ടുന്ന പപ്പടം അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പപ്പടം മെഴുക്കുരുട്ടിയും അല്ലെങ്കിൽ പപ്പടം മുളകിട്ടത് റെഡി ആയിക്കഴിഞ്ഞു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ചൂട് മാറിയതിന് ശേഷം മാത്രം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കുക. ചൂടോടുകൂടി എടുത്ത് വയ്ക്കരുത്. അതുപോലെ തന്നെ ഈ രസമാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ 2 ദിവസം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പരിപ്പ് അല്ലെങ്കിൽ പരിപ്പിൻ്റെ വെള്ളം ചേർത്തിട്ടുള്ള രസമാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കേണ്ടി വരും. പുറമെ വെച്ചിട്ടുണ്ടെങ്കിലും മോശമായി പോവും. അപ്പോൾ നമ്മുടെ രസവും വഴുതനങ്ങ മെഴുക്കുരുട്ടിയും പപ്പടം മെഴുക്കുരുട്ടിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യാസം വരുത്തിയിട്ട് നമുക്ക് ഇപ്പോൾ ബീൻസ് തോരനാക്കാം, ബീൻസ് മെഴുക്കുരുട്ടിയാക്കാം, ക്യാരറ്റ് തോരനാക്കാം. അങ്ങനെ പല രീതിയിൽ തോരനിലും മെഴുക്കുരുട്ടിയിലും എല്ലാം വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചെയ്യുന്ന രീതി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലെല്ലാത്തിലും നമുക്ക് വ്യത്യാസം വരുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വഴുതനങ്ങ മെഴുക്കുരുട്ടി നമ്മൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ഊണ് കഴിക്കാൻ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി എടുക്കുന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ബാക്കി അടുത്ത ദിവസത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക.
പപ്പടം ഞാൻ പറഞ്ഞ പോലെ തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കാം. രസമാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ സെയിം ചട്ടിയിൽ തന്നെ സൂക്ഷിക്കാം. ആവശ്യത്തിന് ഒരു ബൗളിലേക്ക് എടുക്കുക, ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ചൂട് മാറിക്കഴിഞ്ഞിട്ട് അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു 15 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള 3 കറികൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.